വലിയൊരു രസകരമായ സംഭവമുണ്ട്. എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ഷെയ്ഖാണ്, എനിക്ക് കാന്തപുരം ഉസ്താദ് ഷെയ്ഖാണ് എന്ന് പറയുന്നവർക്ക് ഈ ഉസ്താദ് ഷെയ്ഖാന്ന് വരെ പറഞ്ഞിട്ട് ആ ഉസ്താദ് പറഞ്ഞിടത്ത് തന്നെ നിൽക്കാൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ അവിടെ കട്ടെ. കെ ഉസ്താദൊക്കെ ചർച്ച ചെയ്യാം. സ്വന്തം ഉസ്താദ് ഷെയ്ഖാന്നാണല്ലോ പറഞ്ഞേ, എന്നാൽ അതിന് നിൽക്കാൻ കഴിഞ്ഞോ? അതെങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? മടവൂര് ഷെയ്ഖിനെ കുറിച്ച് എന്താണ് ഇവിടെ AP ഉസ്താദ് പറഞ്ഞ് അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുത്ബുൽ ആലം CM അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷെയ്ഖ് അസുഖമായി എഴുന്നേൽക്കുമ്പോ ആദ്യത്തെ പ്രസംഗത്തിൽ മടവൂര് ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞ വാക്ക് ഖുത്ബുൽ ആലം എന്ന ആലമിന്റെ ഖുത്ബാൻ പറഞ്ഞില്ലേ? ഇവിടെ ഷെയ്ഖുൽ മശായിഖാണെന്ന് പറഞ്ഞില്ലേ? മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും എന്നെ നയിക്കുന്നത് അവരാണെന്ന് പറഞ്ഞില്ലേ? ഔലിയാക്കന്മാര് മലക്കുകളെ വരെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞില്ലേ? മടവൂര് ഷെയ്ഖിനെ കുറിച്ച് മസ്താണ് ജദ്ബാണ് എന്ന് പറയണ്ട, കുഫറിലെത്തിപ്പോകും. ഇതൊക്കെ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതവിടെ. അതേപോലെ മൂപ്പര് പറയാത്ത കറാമത്ത് എന്താ ബാക്കി ഇവിടെ? മശായിഖ് ഖിയാമത്ത് നാൾ വരെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? നെയ്യലില്ലാന്ന് എഴുതി വച്ചില്ലേ? ആർക്ക്? ഹബീബായ മുത്തു റസൂൽ. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളായി അദ്ദേഹം എടുത്തു പറഞ്ഞ വാദങ്ങളെ അംഗീകരിക്കാനെങ്കിലും എന്റെ ഷെയ്ഖ് കാന്തപുരം ഉസ്താദാന്ന് പറഞ്ഞ് ഈ ചങ്ങാതിക്കായിട്ടുണ്ടോ? ചിന്തിക്കുങ്ങള്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. AP അബൂബക്കർ മുസ്ലിയാർ മടവൂര് ഷെയ്ഖിനെ കുറിച്ച് ഖുത്ബുൽ ആലമാണെന്ന് പറഞ്ഞ ഡസൻ കണക്കിന് പ്രസംഗം നമ്മൾ ഹാജരാക്കാം. ഷെയ്ഖുൽ മശായിഖാണെന്ന് പറഞ്ഞത് ഹാജരാക്കാം. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ പേരോട് അബ്ദുറഹ്മാൻ മൗലവിയോ ഹക്കീം അസ്ഹരിയോ പോലെയുള്ള ആളുകൾ ശരിക്കും മറുപടി പറയണം. പേരോടിനോടാണ് ചോദ്യം. ഇന്നലെ ആള് കുന്നമംഗലത്തുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ പറഞ്ഞതിന് മറുപടി കുന്നമംഗലത്ത് തന്നെ വരും. അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. ഒന്നും പറയാൻ കഴിയണില്ല, ഒക്കെ പേടിയാണ്. പറയുന്നിങ്ങനെ എത്തോളം വരെ എത്തും. പിന്നൊരു അശല്ലായി മാറാണ് ആൾക്ക്. ഒരു ധൈര്യമില്ല, ആലത്ത് പേടി ഒക്കെ ബലം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മശായിഖിന്റെ അഹിലല്ലേ പുറത്തുള്ള, എന്ത് ചെയ്യാനാ? സ്വന്തം ഗുരുനാഥൻ ഷെയ്ഖാണ് എന്ന് പ്രഖ്യാപിച്ചതാണല്ലോ. ചോദിക്കട്ടെ, ഈ ഉസ്താദിനെ തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാപ്പനെ പറയിപ്പിക്കാൻ കുറച്ച് മക്കളുണ്ടായി എന്നല്ലാതെ എന്താ അതുകൊണ്ട് കാര്യം? എങ്ങനെയാണ് ഇവരുടെ ഇൽമൊക്കെ നാഫിയാവുക? സ്വന്തം ഉസ്താദിനെങ്കിലും അംഗീകരിക്കണ്ടേ? അത് കാലഘട്ടത്തിലെ മശായിഖന്മാർ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതും കണ്ടു. നമ്മൾ കണ്ട വീഡിയോയിൽ തന്നെ അതുണ്ടല്ലോ. ചോദിക്കുന്നുണ്ട് കർശനായിട്ട്, നിങ്ങളെ ശിഷ്യന്മാര് അവരിങ്ങളെങ്കിലും അംഗീകരിക്കണ്ടേ? നിങ്ങൾ ഷെയ്ഖുൽ മശായിഖാണ് എന്ന് മടവൂര് ഷെയ്ഖുനെ പറയും, എന്താ ഓലത് പറയാത്തത്? പിന്നെ എന്ത് ശിഷ്യന്മാരാണ് അവര്? ആ ചോദ്യത്തിന് എത്ര പ്രസക്തിയുണ്ട് ഇവിടെ? അതാ ഞാൻ ചോദിക്കാനുള്ള. വർത്താനപ്പാർക്കും പറഞ്ഞൂടെ, ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഷെയ്ഖാണ്, എൻ്റെ ഷെയ്ഖ് കാന്തപുരം ഉസ്താദാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞ് ഇയാൾ പറയോ? ഒന്ന് പറയട്ടെ പേരോട്, ഖുത്ബുൽ ആലെന്ന്, ഷെയ്ഖുൽ മശായിഖ് എന്ന്. മുദബ്ബിറുൽ ആലൊന്നും പറയണ്ട, ഇത് രണ്ടെങ്കിലും ഒന്ന് പറയട്ടെ. അന്നല്ലേ ബാക്കി പറയുള്ളത്. അപ്പൊ സ്വന്തം ഉസ്താദിൽ പോലും വിശ്വാസമല്ല. അത് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു രംഗുണ്ട്. നമുക്കിതിൻ്റെ തുടക്കത്തിൽ കേട്ടാൽ അവരെ ബറക്കത്ത് കിട്ടാൻ കാരണമാവുമല്ലോ. അപ്പം അത് കാന്തപുരം ഉസ്താദിനെയും ചെറിയ പി ഉസ്താദിനൊക്കെ ഇരുത്തിയിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഭാഗം ചെറിയ രൂപത്തിലൊന്ന് കാണാം നമുക്ക്. നോക്കട്ടെ, റൂഹുൽ ബയാൻ റാഡിക്കൽ കിതാബിന്റെ തഫ്സീർ എടുക്കണം. അപ്പോളെ ഒരുപാട് വിളിച്ചിറങ്ങിയിട്ടുണ്ടാവും. പറഞ്ഞപ്പോ മൂപ്പര് പറയാ ഷെയ്ഖുൽ മശായിഖ്. പിന്നെ ആടെ നാട്ടിൽ ഉണ്ടാൻ പാട്ടുണ്ടാവും. മൂപ്പര് അംഗീകരിക്കുന്നുണ്ട്. എത്രയോ വയലിൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഷെയ്ഖുൽ മശായിഖ് പ്രേമിക്കുന്ന മടങ്ങുന്നത്. ചില ചിലമല്ലായി
ഇപ്പൊ അടുത്തൊരു പ്രസംഗത്തിൽ ഞാനിതൊക്കെ നോക്കുന്നുണ്ട്. കണ്ണങ്ങള് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പേരോടക്കമുള്ള ആളുകൾ കറാമത്തിനെയും സ്ഥാനങ്ങളെയും നിഷേധിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ അവർക്ക് മുഹിയുദ്ദീൻ മാല ചൊല്ലാൻ പറ്റുമോ? നിങ്ങളെങ്ങനെ പിന്നെ മുഹിയുദ്ദീൻ മാല ചൊല്ലുക? ഒരു മറുപടി ഇല്ലല്ലേ. ഇനി മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞതല്ലേ നമ്മൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നൊക്കെ. പിന്നെ പറയാണ്, നിങ്ങൾ ഉസ്താദാണ്, നിങ്ങൾ ഷെയ്ഖാണ് എന്നവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിടത്ത് പോലെ നിൽക്കണ്ടേ? നിങ്ങൾ ഷെയ്ഖുൽ മശായിഖാണ് എന്ന് മടവൂർ ഷെയ്ഖുനെ കുറിച്ച് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വരെ കേട്ടിട്ടുണ്ട്. എന്നാ ഓൽക്ക് അവിടെ നിൽക്കാൻ കഴിയണ്ടേ? ഓലെന്താ അത് പറയാത്തത്? അപ്പൊ ഓൽക്ക് നിങ്ങളിലും വിശ്വാസമല്ല. വളരെ കൃത്യമായി മൂപ്പരൊന്നും മിണ്ടണില്ല. മൂപ്പർക്ക് എന്ത് മിണ്ടാനാ? ഇതൊരു സത്യമാണല്ലോ, യാഥാർത്ഥ്യല്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ ചോദിക്കുകയാണ്, ഒന്നുകൂടി എടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ മുഹിയുദ്ദീൻ മാല ചൊല്ലും? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഗുരുനാഥനെ തന്നെ അംഗീകരിക്കുന്നില്ല? പിന്നെന്ത് സുന്നി ശംസുൽ ഉലമയും മശായിഖന്മാർ അവരൊന്നും നിങ്ങൾ ഏതായാലും അംഗീകരിക്കണില്ല. എന്നാ ഈ മഹാരഥന്മാരെങ്കിലും അംഗീകരിക്കണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ വളർത്തിയ മഹാരഥന്മാരുണ്ട് കേരളത്തിൽ. അതിൽ പ്രധാനിയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ. ഇനി നിലവിലുള്ളവരിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആ ഭാഗത്തുമ്പോ പറയാ. ഈ മഹാരഥന്മാർ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറി ഇ.കെ. ഉസ്താദ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ എല്ലാവരും അതിൽ പെടും. അവര് പഠിപ്പിച്ച മഹത്തായ ദീനിൽ നിന്ന് മാറിയപ്പോ എവിടെ എത്തി ഇവർ? എല്ലാവർക്കും വ്യക്തമായി അവർ സുന്നി വിട്ടു. ഇവിടെ ഇപ്പൊ വല്ലാതെ പ്രസംഗിച്ച ആള് മുജാഹിദ് ബാലുശ്ശേരിയാണ്. അതുകൊണ്ട് ഇടക്കിടക്ക് അയാൾ ഇങ്ങനെ വരുന്നത് നല്ലതാണ്. ഇവരുടെ മാറ്റം ഒന്ന് പറഞ്ഞു കൊടുക്ക് ബാലുശ്ശേരി, അനക്ക് വരെ തിരിഞ്ഞുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ പേരോടിനൊരു കുറ്റബോധം, പുതിയ ക്ലിപ്പാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. ഒരു പുതിയ ക്ലിപ്പാ. പേരോട് ഈ സമൂഹത്തിന്റെ പലതും കണ്ട് ഇടക്ക് മൂപ്പർക്ക് ഒരു മടുപ്പ് വന്നു. അതായത് ഇടക്ക് മൂപ്പര് ഇബിലീസ് പിടിച്ചെക്കുന്നിടത്തുനിന്ന് അങ്ങ് വിട്ടുവിടുമ്പോൾ മൂപ്പര് ചില യാഥാർത്ഥ്യം പറയും. അപ്പൊ മൂപ്പര് ഖുർആനായത്ത് ഓർമ്മ വരും, ഹദീസ് ഓർമ്മ വരും, ഇബാറത്ത് ഓർമ്മ വരും. മൂപ്പര് ചില ഹക്ക് വിളിച്ചു പറയും. ഹക്ക് വിളിച്ചു പറയുമ്പോൾ നൗഷാദിനും തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സക്കാഫിക്കും പ്രാന്തെടുക്കും. ഓരോ അവിടെ ചെല്ലും, മൂപ്പര് കുറെ ചീത്ത അറിയും. ഇപ്പൊ അങ്ങനെയുള്ളത്. അതിൽ പേരോട് ഇപ്പൊ ലേറ്റസ്റ്റ് നടത്തിയൊരു പ്രസംഗം ഉണ്ടല്ലോ, എനിക്ക് രോമാഞ്ചം ഉണ്ടായിപ്പോയി. ഞാൻ അന്ന് ആ ക്ലിപ്പ് ഫസ്റ്റ് ഇട്ടിട്ട് പേരോടിന് വേണ്ടി ദുആ ചെയ്തു. 2000 ഒരു അബൂജഹലിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് റസൂൽ ദുആ ചെയ്തല്ലോ, അതുപോലൊരു ദുആ. എന്തായാലും അബൂജഹലാന്നോ കണ്ടെത്തിയത് ഏറെക്കുറൊക്കെ റെഡിയായിരിക്കും. നോക്കുങ്ങള് ഓൻ ദ്വാരിക്കാണ്, ഇവരെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ മുജാഹിദ് പ്രസ്ഥാനം. നമ്മളെ കുറിച്ച് പറഞ്ഞ എന്താ? നമ്മൾ അവിടെ പോയിട്ട് ഇവരെ 4 ചീത്ത പറയും. ഞങ്ങൾ ആരെയും ചീത്ത പറയാറില്ല. ഞങ്ങൾ മശായിഖിന്റെ ബഹുമതി പറയും. ഷെയ്ഖുൽ മശായിഖാണെന്ന് പറയും, റഈസുൽ മെഹബൂബീനാണെന്ന് പറയും, സുൽത്താനുൽ ഔലിയ ആണെന്ന് പറയും. ആ പറയുന്ന വാചകത്തെ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയും. അതിനെ ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല. അതാണ് ശംസുൽ ഉലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആശയം. പണ്ഡിതന്മാർക്ക് തന്നെയാണല്ലോ മടവൂർ ശൈഖുനാന്റെ കാര്യത്തിൽ അന്ന് തർക്കമുണ്ടായത്. അതുകൊണ്ടാണ് മീസാനുൽ കുബ്ര ഗൾഫിൽ നിന്ന് വരുത്തിയിട്ട് ഷഹറാനി ഇമാമിന്റെ കിതാബ് ഉയർത്തിപ്പിടിച്ച് പണ്ഡിതന്മാർക്കിടയിൽ സംസാരിച്ചുകൊണ്ട് പിന്നെയാ ചോദിച്ച്, മടവൂർ വലിയല്ലെങ്കിൽ പിന്നെ ആരടാ വലിയ? അത് ഫസ്റ്റ് ഘട്ടാണ്, അതായിരുന്നു ആദ്യം പറയേണ്ടത്. പിന്നെ കുത്തുബാണെന്ന് പറഞ്ഞു. അത് ഓരോ ഘട്ടങ്ങളാണ്. അപ്പൊ ഇവിടെ ഇത് ശംസുൽ ഉലമയുടെ മാർഗം. അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ കേട്ടില്ലേ, അത് വേണ്ടെന്നാണോ ഈ പറയുന്നത്? തനിച്ച വിഡിത്തം. അതന്നെ നമ്മൾ പറയുന്നത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്, ഇത് വേണ്ടെന്നാണോ ഈ പറയുന്നത്? ഞങ്ങൾ സമ്മതിക്കൂല, ഇത് വേണം. അപ്പൊ അള്ളാന്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത അധികാരം അതാ. നമ്മൾ കേട്ടില്ലേ എപിഎലോരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക്, ഫൽ മുദബ്ബിറാത്തി അംറാന്ന് ഖുർആനിലില്ലേ? നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, വിവരല്ല, നിങ്ങൾക്കാണ് വലിയ വിവരം. നോക്കി എപിഎലോരോടാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറാന്നില്ലേ? തഫ്സീർ എടുത്ത് നോക്ക്, റൂഹുൽ ബയാനൊക്കെ ഒന്ന് നോക്ക്.
ദാലിക്കൽ കിതാബിന്റെ തഫ്സീർ നഫ്സിന്ന് എടുത്ത് നോക്കുക. അതൊന്നും ഇപ്പം മുമ്പർക്ക് തിരിയോന്ന് എനിക്കറിയില്ല. നേർക്ക് നേരെ പറയാണ് കിതാബ് എടുത്ത്. എത്ര കിതാബാ അന്ന് പഠിപ്പിച്ചു കൊടുത്തവർ. ബല് പറഞ്ഞ ബല് കിതാബ് ഓതിയില്ല എന്നാ. ഓലെന്തിനാണോ കിതാബ് ഓതിന്? നേരെ അല്ല ഓതി കൊടുത്തല്ലേ. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അതല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് കൂട്ടരെ. ഞങ്ങൾ നിങ്ങളോട് എത്ര കാലമായി പറയുന്നു ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് വല്ല വിവരവും, നിങ്ങൾ വിവരമുള്ള വലിയ ആളുകൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ പിന്നെ ഞങ്ങൾ അന്ന് ചോദിച്ചൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്താ? നിങ്ങളൊന്ന് വരി, നമുക്ക് നേരിട്ടൊന്ന് സംവദിക്കാം, നേരെ പറയാ. നമുക്ക് നിങ്ങൾ വലിയ കിതാബുള്ള ആളുകളല്ലേ, കിതാബികളല്ലേ. ഫത്താന് കിതാബികൾ വീണൂരുളെന്ന് പാടിയ പോലെ കിതാബികളല്ലേ നിങ്ങൾ. എന്ത് കിതാബാ നിങ്ങളെടുത്തുള്ളത്? നിങ്ങൾ വരി, നമ്മള് വലിയ വലിയ മശായിഖന്മാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളിലെ വരിങ്ങള്. വിവരമില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലെ മശായിഖന്മാരെ മുന്നിലേക്ക് വരി. നിങ്ങൾ പറയുന്ന വാദനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്കറിയാത്തൊരു സംഭവമില്ല. എന്നിട്ട് പരസ്യമായി കടപ്പുറത്ത് തന്നെ വെക്കാം, നമുക്ക് മാനാഞ്ചിറ മൈതാനൊന്നും മതിയില്ലെങ്കിൽ നിങ്ങളും വരി. ഞങ്ങള് മശായിഖന്മാർ കുറഞ്ഞ ആളുകളെ വരുള്ളൂ, വേണമെങ്കിൽ അവരെ ഖാദിമീങ്ങളായി ഞങ്ങളും വരാം. എന്നിട്ട് നിങ്ങളെ എല്ലാ കുല്ലുഹു മജ്മഉൻ കൊണ്ടുവരി, നിങ്ങൾ ബാലുശ്ശേരിയും കൂട്ടിക്കൊടി. എന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം, ജനങ്ങൾ കാണട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോ അതിന്റെ തെളിവുകളടക്കം കൊണ്ടുവരിങ്ങള്. സ്വകാര്യത ഒന്നും വേണ്ട, എല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി വെക്കി വിളിക്കുക ഞങ്ങളെ, ഞങ്ങൾ റെഡി. എന്നിട്ട് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. കിതാബാർക്ക തിരിയാൻ നോക്കാം. വരി, ഞമ്മക്കതാ പറയാനുള്ളത്. നിങ്ങൾക്ക് തിരിയുമ്പോ നിങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾ ഹക്കിന്റെ മേലല്ലേ. പിന്നെന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? പിന്നെന്തിനാ നിങ്ങൾ പേടിച്ചിരിക്കണ? വരി. അപ്പൊ അത് ഞാൻ ഇടക്ക് പറയാണ്. അപ്പൊ റൂഹുൽ ബയാനും അതേപോലെ തഫ്സീറും ഇഫാദത്തുൽ ഖുദ്സിയും ഒക്കെ ശരിക്കും മനസ്സിലാവും നിങ്ങൾക്ക്. മശായിഖന്മാരെ എടുത്താണ്ട് എത്തിയാൽ കറക്റ്റായിട്ട് അവരത് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഒലിച്ചു പോകും. പിടിച്ചിക്കാൻ കഴിയില്ലെങ്കിൽ കഥാങ്ങൾ വരാത്ത, അല്ലെങ്കിൽ ചാടി വരൂലേ, വേഗാണ്ട് മൂക്കിൽ ഒളിച്ച്. നിങ്ങൾ ഓരോ വിവാദം വരും, അങ്ങനെയുള്ളൂ. ഇപ്പൊ നമ്മളെ CH മുസ്തഫയുടെ വിഷയം വന്നു. ഓ ഇതാ കുരുവട്ടൂരികൾ മുഴുവനും ഒലിച്ചു പോയി. ഇതാ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു പറയും. നിങ്ങൾ കടലിന്റെ പക്കത്ത് ഇങ്ങനെ പോയി വലിയ വലിയ തിരമാലകൾ വരും. ഒന്നിന്റെ പിന്നിൽ തിരമാല ഇങ്ങനെ വരുമ്പോൾ വലിയൊരു മലയായിട്ട് ഇങ്ങനെ വരും. ഓ നമ്മളെല്ലാവരും കൂടി അങ്ങ് വീങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു പോകും. അങ്ങനെ വന്ന ഉടഞ്ഞങ്ങ് തീരുവത്. ഇതുപോലെ നിങ്ങളുടെ ഫിത്നകൾ ഒന്നിന് പിന്നിൽ ഒന്നായി ഉടഞ്ഞു തീർന്ന് അവസാനം നിങ്ങൾ മുടിഞ്ഞു പോകുക എന്നല്ലാതെ ഈ സംഘത്തെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നത് കാലം തെളിയിച്ച സത്യമാണ് കൂട്ടരെ. മശായിഖ, നിങ്ങളിപ്പോ ഗവേഷണം നടത്തിയാണ് ആരാണ് ഇവർ പറയുന്ന മശായിഖന്മാര്. എല്ലാ സെറ്റപ്പും ഇല്ലേ നിങ്ങൾ കണ്ടെത്തി. എന്നിട്ട് ഓരോട് പറയും ഇതൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടി ശംസുലമയുടെ വഴി പറയുന്നത്.